ഹായ് ഫ്രണ്ട്സ്, വെരി ഗുഡ് മോർണിംഗ്. അങ്ങനെ കമ്പനി ബോർഡ് LGSുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ 4 സ്ട്രാറ്റജിക് സ്റ്റഡി പ്ലാനാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. കണക്ക് പഠിക്കാൻ മുൻവർഷ ചോദ്യങ്ങളും സിലബസിനെ അടിസ്ഥാനമാക്കി പരീക്ഷയിൽ ആവർത്തിച്ചിട്ടുള്ള ചോദ്യങ്ങളും, സയൻസ് പഠിക്കാൻ പൂർണ്ണമായിട്ടും SCERT പാഠഭാഗങ്ങൾ, പിന്നെ മുൻവർഷ ചോദ്യങ്ങൾ, പൊതുവിജ്ഞാനം പഠിക്കാനും മുൻവർഷ ചോദ്യങ്ങളും SCERT പാഠഭാഗങ്ങളും, പിന്നെ ആനുകാലികത്തിന് PSC ബുള്ളറ്റിൻ, അതാത് ദിവസങ്ങളിലെ പത്രവാർത്തകൾ. ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ സയൻസിന് സോഷ്യലിന് വേണ്ടി SCERT പാഠഭാഗം പഠിക്കുന്നു. സയൻസിലെ 5ാം ക്ലാസ്സിലെ 3ാമത്തെ അധ്യായം ജലം നിത്യജീവിതത്തിൽ. കഴിഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ പൊതുജനാരോഗ്യത്തെ ബന്ധപ്പെടുത്തിയൊരു ചാപ്റ്ററാണ് പഠിച്ചത്. അത് പരീക്ഷയ്ക്ക് കൂടുതൽ പ്രസക്തമാണ്. ജലം നിത്യജീവിതത്തിൽ അത്ര കണ്ട ആവശ്യമില്ലെങ്കിലും ചോദ്യങ്ങൾ നിത്യജീവിതത്തിൽ ആവശ്യമില്ലെന്നല്ല പറഞ്ഞത്. നമ്മുടെ പരീക്ഷയിൽ ജലം നിത്യജീവിതത്തിൽ എന്ന ചാപ്റ്റർ ഒരുപാട് അത്യന്താപേക്ഷിതമല്ല. പക്ഷേ സമയമുള്ളപ്പോൾ 10 മിനിറ്റ് എടുത്ത് ഈ ക്ലാസ് നിങ്ങൾ ഓടിച്ചിട്ടൊന്ന് കേൾക്കാൻ ശ്രമിക്കുക. ഞാൻ പയ്യെയാണ് പറഞ്ഞു പോകുന്നത്. നിങ്ങൾക്ക് സ്പീഡ് 1.5ഓ 2x ക്രമീകരിച്ച് പഠിക്കാം. അപ്പോൾ ഒരു ദിവസം മനുഷ്യൻ ഉപയോഗിക്കുന്ന ജലത്തിൻ്റെ പ്രതിദിന ഉപയോഗമൊക്കെ പറഞ്ഞ് കൊച്ചുകുട്ടികളെ പതുക്കെ ജലത്തിലേക്ക് കൊണ്ടുവരുന്നു. ശുദ്ധജലത്തിൻ്റെ ലഭ്യത കാലക്രമേണ കുറഞ്ഞ് ശുദ്ധജലം ലഭിക്കുന്നില്ല എന്നൊരവസ്ഥയിലെത്തും എന്നാണ് ഇതിൻ്റെ ആദ്യം പറയുന്നത്. നമുക്കാവശ്യമുള്ള ഘടകം മനുഷ്യ ശരീരത്തിലെ വിവിധ ഭാഗങ്ങളിൽ ജലത്തിൻ്റെ അളവ്. പരീക്ഷയ്ക്ക് ചോദിക്കാം. തലച്ചോറിൽ 73% ജലമാണ്. രക്തത്തിൽ 94% ജലമാണ്. വൃക്കകളിൽ 79%, പേശികളിൽ 75%, ഹൃദയത്തിൽ 75%, ശ്വാസകോശങ്ങളിൽ 83%, അസ്ഥികളിൽ 31%. ഇത് ജലത്തിൻ്റെ അളവാണ്. മനുഷ്യ ശരീരത്തിൽ രക്തത്തിലാണ് ഏറ്റവും കൂടുതൽ ജലമുള്ളത്. ഏറ്റവും കുറവുള്ളത് നമ്മുടെ അസ്ഥികളിൽ. എല്ലാ ശാരീരിക പ്രവർത്തനങ്ങൾക്കും ജലം ആവശ്യമാണെന്ന് നമുക്കറിയാം. നമ്മളെപ്പോലെ തന്നെ സസ്യങ്ങൾക്ക് ജലം വേണം. ജലം ഉപയോഗിച്ചാണ് മണ്ണിൽ നിന്ന് ലവണങ്ങൾ ആഗിരണം ചെയ്ത് ആ ജലത്തിൻ്റെ ആ ഒഴുക്കിലൂടെയാണ് ഇത് ഇലകളിലേക്ക് എത്തിക്കുന്നത്. അവിടെ പ്രകാശ സംശ്ലേഷണത്തിന് ഉപയോഗിക്കുന്നത് ജലമാണ്. ആഹാരം പാചകം ചെയ്ത് കഴിയുമ്പോൾ അത് സസ്യത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലേക്ക് എത്തിക്കാനും ജലം ഉപയോഗിക്കുന്നു. ജലത്തിനറിയാം നമുക്ക്. ശുദ്ധജലത്തിന് നിറവുമില്ല, മണവുമില്ല, അങ്ങനത്തെ യാതൊരു ക്വാളിറ്റികളും ശുദ്ധജലത്തിനില്ല. ഇനി ആകൃതിയെപ്പറ്റി പറയുകയാണെങ്കിൽ ലിക്വിഡ്സിനെല്ലാം ഡെഫിനിറ്റ് ഷേപ്പില്ല, അതുപോലെ ജലത്തിനും ഷേപ്പില്ല. ഏത് പാത്രത്തിലാണോ ജലം എടുത്തു വയ്ക്കുന്നത് ആ പാത്രത്തിൻ്റെ ഷേപ്പായിരിക്കും ജലത്തിന് ഉണ്ടാവുക. ഞാൻ പറഞ്ഞു ആദ്യമേ, ഒരുപാട് ചോദ്യങ്ങൾക്ക് സാധ്യതയില്ലാത്തതുകൊണ്ട് ആവശ്യമുള്ളത് പറഞ്ഞു വേഗത്തിൽ മുന്നോട്ട് പോകാം. ഇനി ജലത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് വസ്തുക്കളെ ലയിപ്പിക്കാനുള്ള കഴിവ്. എല്ലാ വസ്തുക്കളെയും ലയിപ്പിക്കത്തില്ല. പഞ്ചസാര ലയിക്കും, ഉപ്പ് ലയിക്കും. പക്ഷേ മെഴുക്, മണ്ണെണ്ണ ഇവയൊന്നും ജലത്തിൽ ലയിക്കത്തില്ല. അപ്പം ജലത്തിൽ ലയിക്കുന്നവയുണ്ട്, ജലത്തിൽ ലയിക്കാത്തവയും ഉണ്ട്. ഈ വസ്തുക്കളുടെ പേരുകൾ ഓർത്തിരിക്കണം. അവിടെ ഒരു ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ ഉണ്ട്. ജലത്തിൽ കാർബൺ ഡയോക്സൈഡ് വാതകം ലയിപ്പിച്ചുണ്ടാക്കുന്നതാണ് സോഡ. ജലത്തിൽ കാർബൺ ഡയോക്സൈഡ് വാതകം ലയിപ്പിച്ചുണ്ടാക്കുന്നു. ലയിച്ചു ചേരുന്ന വസ്തുവിനെ ലീനമെന്നും എന്തിലാണോ ലയിച്ചത് അതിനെ ലായകമെന്നും വിളിക്കുന്നു. ഇപ്പോൾ ഉപ്പ് ജലത്തിൽ ലയിപ്പിച്ചാൽ ഉപ്പിനെ ലീനമെന്നും ജലത്തെ ലായകമെന്നും വിളിപ്പിക്കും. അതിനുശേഷം ലായകത്തിൽ ലയിച്ചുണ്ടാക്കുന്ന പദാർത്ഥത്തെ ലായനി എന്ന് വിളിക്കും. അപ്പോൾ ലയിച്ചു ചേരുന്ന വസ്തുവിൻ്റെ പേര് ലീനം, ലയിപ്പിക്കാൻ ഉപയോഗിക്കുന്ന വസ്തുവിൻ്റെ പേര് ലായകം, ലായകത്തിൽ ലയിച്ചു കിട്ടുന്ന പദാർത്ഥം ലായനി. നമുക്ക് അടുത്തടുത്ത ചാപ്റ്ററിൽ വിവിധതരം ലായനികളെക്കുറിച്ച് ഡീറ്റെയിൽസ് പഠിക്കാനുണ്ട്. ഇപ്പോൾ എന്താണെന്ന് മാത്രം പഠിച്ചാൽ മതി.
ജലത്തിനാവട്ടെ ഒരു പ്രത്യേകതയുണ്ട്. ഒരുപാട് വസ്തുക്കളെ ജലത്തിൽ ലയിപ്പിക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ജലത്തെ സാർവീക ലായകം അഥവാ യൂണിവേഴ്സൽ സോൾവൻ്റ് എന്ന് വിളിക്കും. നമ്മൾ രക്തം സ്വീകരിക്കുമ്പോൾ യൂണിവേഴ്സൽ സാർവീക ദാതാവ്, സ്വാർവീക സീതർത്താവ് ഒക്കെ പഠിക്കുന്ന പോലെ ഇവിടെ ജലത്തിൻ്റെ പേരാണ് സാർവീക ലായനി. ഒരുപാട് വസ്തുക്കളെ ജലം ലയിപ്പിക്കുന്നുണ്ട്. ഒരു ദ്രാവകത്തിൻ്റെ ഉപരിതലത്തിൽ നിന്ന് ചെറു കണികകളെ ചുറ്റുപാടിലേക്ക് വ്യാപിപ്പിക്കുന്നതാണ് ബാഷ്പീകരണം അഥവാ വേപ്പറൈസേഷൻ. തുണി ഉണക്കാനിടുന്നു. അവിടെ ചൂടുകൊണ്ടും കാറ്റുകൊണ്ടുമൊക്കെ ഈ ദ്രാവകത്തിൻ്റെ ആ തുണിയിലുള്ള ഈർപ്പം അതിൻ്റെ കണികകൾ ചുറ്റുപാടിലേക്ക് വായുവായിട്ട് നീരാവിയായിട്ട് പോകും. ഇതാണ് ബാഷ്പീകരണം. ചൂടാകുമ്പോൾ ബാഷ്പീകരണത്തിൻ്റെ തോത് വർദ്ധിപ്പിക്കും. ഇത് ചൂടാക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ബാഷ്പീകരണത്തിൻ്റെ സ്പീഡ് കൂടും. എല്ലാ താപനിലയിലും ബാഷ്പീകരണം ഉണ്ടാവുന്നുണ്ടെങ്കിൽ പോലും ഏറ്റവും കൂടുതൽ കൂടുന്നത് ചൂട് കൂടുന്നതിനനുസരിച്ചാണ്. ഖരം, ദ്രാവകം, വാതകം ഈ മൂന്നവസ്ഥയിലും പ്രകൃതിദത്തമായി കാണപ്പെടുന്ന ഒരേ ഒരു പദാർത്ഥം ജലമാണ്. ഖരാവസ്ഥയിൽ നമുക്കറിയാം ഐസ്, ദ്രാവകാവസ്ഥയിൽ ജലം, വാതകാവസ്ഥയിൽ നീരാവി. അതുപോലെ വിതാനം പാലിക്കുന്നു എന്നത് ജലത്തിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ്. ജലസ്രോതസ് പറയുവാണെങ്കിൽ നമുക്കറിയാം ഭൂമിയുടെ 2/3 ഭാഗവും ജലം അഥവാ കടലാണ്. ജീവജാലങ്ങൾക്ക് ജലമില്ലാതെ ജീവിക്കാൻ പറ്റില്ല. ജലാശയങ്ങൾക്ക് ചൂട് പിടിക്കുമ്പോൾ ഈ ജലത്തുള്ളി അന്തരീക്ഷത്തിലേക്ക് ഉയരും. നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത് പിന്നീട് തണുത്ത് മേഘങ്ങളായി മാറി ഈ ചെറിയ കണികകളുള്ള മേഘങ്ങൾ ഒന്നിച്ചു ചേർന്ന് മഴത്തുള്ളിയായിട്ട് വീണ്ടും ഭൂമിയിലേക്ക് പതിക്കും. അങ്ങനെയാണ് ജലത്തിൻ്റെ റൊട്ടേഷൻ. അത് നമ്മൾ പഠിച്ചിട്ടുണ്ട്, നമുക്കറിയാവുന്നതാണ്. എങ്കിലും കൊച്ചുകുട്ടികൾക്ക് അതറിയാത്തത് കൊണ്ടാണ് 5ാം ക്ലാസ്സിൽ ഇത് പറഞ്ഞിരിക്കുന്നത്. ജലം സേവ് ചെയ്യാൻ കിണർ റീചാർജിങ്, ജലസംഭരണി തുടങ്ങിയ കാര്യങ്ങൾ പറഞ്ഞ് ഈ ഒരു ചാപ്റ്റർ അവസാനിപ്പിക്കുന്നു. ആദ്യമേ ഞാൻ നിങ്ങളോട് പറഞ്ഞു, ഈ ചാപ്റ്ററിൽ ഒരുപാട് ചോദ്യങ്ങളൊന്നുമില്ല. ജലം തണുപ്പിക്കുമ്പോൾ കിട്ടുന്നത് നമുക്കറിയാം ഐസ്, അതിൻ്റെ അവസ്ഥ ഖരം. ജലം ചൂടാക്കുമ്പോൾ കിട്ടുന്നത് നീരാവി, അതിൻ്റെ അവസ്ഥ വാതകം. ഇങ്ങനെ വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുള്ളൂ. പറഞ്ഞ അത്രയും കാര്യങ്ങൾ 10 മിനിറ്റിൽ താഴെ എടുത്തിട്ടുള്ളൂ. നിങ്ങൾ ആ സമയമെടുത്ത് തന്നെ കേൾക്കാൻ ശ്രമിക്കുക, പോയിന്റുകൾ കുറിച്ച് വയ്ക്കുക. അടുത്ത SCERT ക്ലാസ് എന്ന് പറയുമ്പോൾ നമ്മൾ 3 ദിവസത്തിന് ശേഷം 4ാമത്തെ ചാപ്റ്റർ പഠിക്കും, ജീവനുള്ള വിത്തുകൾ. വീഡിയോ കാണുന്നവരെ ബൈ ബൈ, ടേക്ക് കെയർ.